വെൽക്കം ബാക്ക് ടു സ്പോർട്സ് പീഡ്. നമ്മുടെ ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ടീം കോച്ച് ഫെർണാണ്ടോ നെനിസിനെ ഇപ്പോൾ പുറത്താക്കി. ഡൈവൽ ജൂനിയർ എന്ന് പറയുന്ന ബ്രസീൽ ഫുട്ബോൾ ക്ലബ് സാവോ പോളോയുടെ കോച്ചാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് ഇപ്പോൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം 2022 വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽ ക്രൊയേഷ്യക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെട്ട് പുറത്തായതിനു ശേഷം അവര് റാമോസ് മെൻസസ് എന്ന് പറയുന്ന അവരുടെ അണ്ടർ-20 കോച്ചിനെയാണ് അണ്ടർ-20 ടീമിന്റെ കോച്ചിനെയാണ് നിയോഗിക്കപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കീഴിലും ബ്രസീലിന് വലിയ ഒരു മാറ്റങ്ങളോ വലിയ പ്രകടനങ്ങളോ ഒന്നും തന്നെ കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഫെർണാണ്ടോ ഡീനിസിനെ ആയിരുന്നു ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ടീം നാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ കോച്ചായി നിയോഗിക്കപ്പെട്ടത്. പക്ഷെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കീഴിലും ഈ പറയുന്ന പോലെ വലിയ ഒരു റിസൾട്ടുകളോ കാര്യങ്ങളോ ഒന്നും ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ടീമിന് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ക്വാളിഫയറിൽ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ കൊളംബിയക്കെതിരെയും അതുപോലെ തന്നെ അർജന്റീനക്കെതിരെയും ഒക്കെ പരാജയപ്പെട്ട് കോൺമബോളിൽ നിന്നുള്ള വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സമയത്ത് ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ ആരെ നിയോഗിക്കും എന്നുള്ള ഒരു കാര്യത്തിലായിരുന്നു. അതിൽ പല റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതായത് കാർലോസ് ആൻസലോട്ടിയൊക്കെ കോച്ചായി നിയോഗിക്കപ്പെടും എന്നുള്ള കാര്യം. പക്ഷെ പിന്നീട് കാർലോസ് ആൻസലോട്ടി നമുക്കറിയാലോ, അദ്ദേഹം റയൽ മാഡ്രിഡിന്റെ ആ ഒരു കോൺട്രാക്ട് 3 വർഷത്തേക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹം വരില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായി. അതിനുശേഷം ഇപ്പോൾ ഡൈവൽ ജൂനിയറിനെ കോച്ചായി നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ. അതായത് അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 20 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ്. ഇതിനു മുമ്പ് അദ്ദേഹം ബ്രസീൽ ഫുട്ബോൾ ക്ലബ്ബുകളായ സാന്റോസ്, ഫ്ലാമെങ്കോ, പ്ലാമിറസ് അങ്ങനെ തുടങ്ങിയ ഒരുപാട് ക്ലബ്ബുകളെ പരിശീലിപ്പിച്ച ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല കോച്ചാണ്. 2022 അദ്ദേഹം സാവോ പോളോക്ക് വേണ്ടി ബ്രസീൽ കപ്പ് നേടിക്കൊടുത്തു. അതുപോലെ തന്നെ 2010 സാന്റോസിന് വേണ്ടിയും അദ്ദേഹം ബ്രസീൽ കപ്പ് നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നല്ല ടൈറ്റിലുകളും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു കോച്ചാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ബ്രസീൽ നാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിനെ കോച്ചായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം ഇനി ബ്രസീലിന് നമുക്ക് ഒരുപാട് താരസമ്പന്നമുള്ള ഒരു ടീമാണ് ബ്രസീൽ ഫുട്ബോൾ ടീം. പക്ഷേ ഈ ഒരു മികച്ച കോച്ചിനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഫുട്ബോളിനെ ഒരു നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അതല്ലെങ്കിൽ ഒരു കോമ്പിനേഷനിൽ ഒരു ടീമിനെ വാർത്തെടുക്കാൻ ഇതുവരെ ആർക്കും തന്നെ വന്ന കോച്ചുകൾക്ക് ആർക്കും തന്നെ കഴിഞ്ഞില്ല. എന്താണെങ്കിലും ഇനി ഇവിടുന്ന് അങ്ങോട്ടില്ല, ഇനി വരാൻ പോകുന്ന ഫ്രണ്ട്ലി എന്ന് പറയുന്നത്, അതായത് ഡൈവൽ ജൂനിയറിന്റെ കോച്ചായതിനു ശേഷം അദ്ദേഹത്തിന്റെ അണ്ടറിൽ കളിക്കുന്ന ആദ്യത്തെ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെതിരെയാണ്. ഇംഗ്ലണ്ടിനെതിരെ മാർച്ച് 23 എങ്ങാണ്ടുമാണ്. അപ്പോ അതിലൊക്കെ ഇനി എങ്ങനെ പെർഫോം ചെയ്യും, അതുപോലെ തന്നെ എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ കാണേണ്ടതുണ്ട്. പിന്നീട് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം കോച്ചായിരിക്കുന്ന സമയത്ത്, അതായത് സാന്റോസിൽ നമ്മുടെ നെയ്മർ അദ്ദേഹം 2008-2010 കറക്റ്റ് ഓർക്കുന്നില്ല, ആ ഒരു സമയത്ത് കളിക്കുന്ന സമയത്ത് ഒരു പെനാൽറ്റി എടുക്കുന്നതിന്റെ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് സാന്റോസ് എന്ന ക്ലബിന്റെ കോച്ചായിരുന്നു ഡൈവൽ ജൂനിയർ. അന്ന് ഒരു പെനാൽറ്റി കിട്ടിയ സമയത്ത് നമ്മുടെ നെയ്മറിനെ അത് എടുക്കാൻ അനുവദിക്കാത്ത ഒരു ഇൻസിഡന്റുകളും അതുപോലെ തന്നെ അതിനെ തുടർന്ന് പിന്നീട് സാന്റോസ് ക്ലബ്ബ് അദ്ദേഹത്തിനെ പുറത്താക്കുന്ന ഒരു അവസ്ഥയും ഒക്കെ ഉണ്ടായിരുന്നു. സോ നമുക്കറിയാം നെയ്മർ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. ഇതുവരെ അദ്ദേഹം ടീമിലോട്ട് തിരിച്ചു വന്നിട്ടില്ല. ഇനിയും ഒരുപാട് കാലതാമസം എടുക്കും അദ്ദേഹം റിക്കവറി ആയി വരാൻ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഈവൻ കോപ്പ അമേരിക്ക കൂടെ കളിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയുന്നത്. സോ നെയ്മറിന്റെ ഒരു തിരിച്ചുവരവ് വന്നതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ ഡൈവൽ ജൂനിയർ കോച്ചായിരിക്കുന്ന ഒരു സമയത്ത് ഇനി എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അദ്ദേഹത്തിന്റെ രീതികളും അതുപോലെ തന്നെ ടീം ഫോർമേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അത് നെയ്മറിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തുമോ, അല്ലെങ്കിൽ ഡൈവൽ ജൂനിയറിന്റെ നിലപാടുകളൊക്കെ നെയ്മറിന് അനുകൂലമാകുമോ എന്നുള്ള പരസ്പര ധാരണയോട് കൂടെ മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അന്ന് ഒരുപക്ഷെ ആ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം അദ്ദേഹം നെയ്മറുമായിട്ട് തനിക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുട്ബോൾ ആരാധകർക്ക് അറിയേണ്ടതുണ്ടാകും. സോ എന്താണെങ്കിലും ഇനി ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിന്റെ മത്സരങ്ങളൊക്കെ വരാനുണ്ട്. ഇപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ബ്രസീൽ കോൺമബോളിൽ നിന്നുള്ള വേൾഡ് കപ്പിന്റെ ഒരു ക്വാളിഫിക്കേഷൻ. സോ
തീർച്ചയായിട്ടും ബ്രസീലിന് ഡൈവൽ ജൂനിയറിന്റെ അണ്ടറിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപാട് താരനിരകളുള്ള വലിയൊരു ഫുട്ബോൾ ടീമാണ് ബ്രസീൽ. പക്ഷേ ഒരു ടീം എന്ന നിലയ്ക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത, അതല്ലെങ്കിൽ ഒരു നല്ല കോമ്പിനേഷനിൽ പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഡൈവൽ ജൂനിയറിന്റെ അണ്ടറിൽ ബ്രസീലിന് അത് കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ.